അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ ഡിവോഴ്സുകളും ഉണ്ടാവുന്നത് ആ ജീവികൾ അത്രയും വളർന്നുകൊണ്ടല്ല. പലപ്പോഴും ഡിവോഴ്സ് ഉണ്ടാവുന്നത് ഈഗോ കാരണമാണ്. ഇത് ഈഗോലെസ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നിട്ടുള്ള ഫ്രണ്ട്സാ. സോ നമുക്ക് 12-13 വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങള് വി ആർ ഇൻ എ റിലേഷൻഷിപ്പ്, വി ആർ ഇൻ ലവ്. ചെറിയ ക്ലാസ്സിൽ മുതൽ. അപ്പോൾ ആ ലവിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു ബ്ലോസമിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഈഗോ പ്രശ്നമല്ല. അതായത് രണ്ടാൾക്കാരുടെ ജീവിതം വേറെ വഴികൾ കൂടെയാണ് പോകുന്നത്. ഒരാൾ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നു, മറ്റേ ആൾക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സും കമ്പനിയും കുറേ ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. വേറൊരാൾ ഏകാന്തതയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ഒരാൾ സന്യാസം സ്വീകരിക്കുന്നു, മറ്റേ ആള് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഗ്രോത്ത് ത്രൂ കമ്മ്യൂണിറ്റിയിലാണ്. ഈ രണ്ട് വ്യക്തികൾക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഈ എണ്ണയും വെള്ളവും മിക്സ് ചെയ്യാൻ നോക്കുന്ന പോലെയാ. സോ അത് തമ്മിൽ തിരിച്ചറിഞ്ഞത് കൊണ്ട് വളരെ റെസ്പെക്റ്റോടുകൂടെ, ഐ റെസ്പെക്ട് യുവർ പാത്ത് ആൻഡ് യു റെസ്പെക്ട് മൈ പാത്ത്. അപ്പോൾ രണ്ടുപേരും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വിവാഹം വേണ്ടാന്ന് വെച്ചു, ഒരുമിച്ച് ജീവിക്കണ്ടെന്ന് വെച്ചു. പക്ഷെ വി കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ്. അതൊരു നമുക്ക് എല്ലാവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് മിക്ക ആൾക്കാരും പിരിയുന്നത് വലിയ ഈഗോ പ്രശ്നങ്ങൾ കാരണമാണ്. അവർ ചോദിക്കുന്നത് എനിക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ പകുതി പങ്ക് വേണം, നീ ഇത് കൊണ്ട് അടി കൂടിയിട്ടാണ് പിരിയുന്നത്. ഇത് വലിയൊരു മനസ്സിലാക്കല. ഐ തിങ്ക് ദർ ഇസ് മോർ ലവ് ഇൻ ദിസ് ഡിവോഴ്സ് ദാൻ ദർ ഇസ് ഇൻ എ മാരേജ്. ഒരുപക്ഷെ ഇങ്ങനെ ലളിതമായിട്ട് നമുക്ക് ഈ സൊസൈറ്റിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പോലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ കുറച്ചുകൂടെ നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പൗരബോധമുള്ള ഒരു സൊസൈറ്റി ഉണ്ടായി വരേണ്ടതുണ്ട്. ഒരുപക്ഷെ സൊസൈറ്റി എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൊസൈറ്റിയിലെ എല്ലാ സ്ട്രാറ്റയിലുള്ളവർ എന്നും ഉണ്ടാവും, എന്നും. ഒരിക്കലും ഈ സൊസൈറ്റി എല്ലാം കൂടെ മാറിയിട്ട് ഫുള്ള് മറ്റേ ഓം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല, അല്ലേ? എപ്പോഴും നമുക്ക് എല്ലാ തലത്തിലുള്ളവർ വേണം, എന്നാലേ സൊസൈറ്റി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ കമ്മ്യൂണിറ്റി. ഫുൾ വേൾഡ് ഒരു കമ്മ്യൂണിറ്റി ആവണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മോസ്റ്റ് അൺറിയലിസ്റ്റിക് തോട്ട്. ബിക്കോസ് ഇതാണ് ലോകത്തിന്റെ സ്ട്രക്ചർ. എല്ലാ തരം ആൾക്കാരും ചിന്താഗതികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ലോകമാവുള്ളൂ. അപ്പൊ എല്ലാവരും അവരവരുടെ തലത്തില് സുഖത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ ഏത് രീതിയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും എല്ലാവരും തേടുന്ന സുഖമാണ്. ഫൈനലി ചോദിച്ചാൽ എന്താ സുഖമല്ലേ, അല്ലേ? നമ്മളെല്ലാവരോടും ഏത് തലത്തിലുള്ളവരും തമ്മിൽ ചോദിക്കുന്നത്